ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തൊരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നു. വലുതെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല, നല്ല ശിഖരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിന്നു. അത് ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു പ്ലാവായിരുന്നു. അത് ഈ തേങ്ങാച്ചക്കയില്ലേ, ആ ചക്ക ഉണ്ടാകുന്ന പ്ലാവാണ്. അത് ഞങ്ങൾ ലെയർ ചെയ്തതാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടും പിന്നെ അതിനകത്തുനിന്ന് തണ്ടുകൾ വന്ന് വളർന്ന് പിന്നെയും ചക്ക ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ 2 തണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഒരു തണ്ട് ഞങ്ങൾ ലെയർ ചെയ്ത് മാറ്റി കിളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലെയർ ചെയ്ത ഭാഗമാണ് ഈ കാണുന്നത്. കണ്ടോ, ഞങ്ങൾ ലെയർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ തണ്ടിൻ്റെ അടിഭാഗത്ത് വട്ടത്തിലൊരു റൗണ്ട് ചെയ്ത് കുറച്ച് തൊലി ഒരു 1 ഇഞ്ച് കനത്തിൽ പതുക്കെ ചെറുതായിട്ട് തൊലി മാറ്റി വെച്ചും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പൊതിമടലിൻ്റെ ഉള്ളിലേക്ക് വളവും അതുപോലെ തന്നെ ചകിരിച്ചോറും മണ്ണും എല്ലാം കൂടി വെച്ചിട്ട് അതിങ്ങനെ പൊതിഞ്ഞ് വെച്ചു. എന്നിട്ട് ഒരു പച്ച ഷീറ്റ് കൊണ്ട് വലിഞ്ഞ് മുറുക്കി കെട്ടിക്കൊടുത്തു. അങ്ങനെ 1 വർഷത്തോളമായി വെച്ചിട്ട്. ഇപ്പോൾ അതേ നന്നായിട്ട് വേരിറങ്ങി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേര് പതുക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു ചെടിച്ചട്ടി, പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി ഒരു ഭാഗം പൊട്ടിച്ചങ്ങ് ചേർത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ആ വേര് ആ ചട്ടിയിലേക്ക് ഇറങ്ങി. കണ്ടോ, ഇനി അത് വേർപെടുത്തി വേറെ വെക്കണം. നല്ല മധുരമുള്ള ചക്കയാണ് വരിക്കച്ചക്ക. ഈ തേങ്ങാച്ചക്ക, ചെറിയ ചക്കയില്ല, തേങ്ങ പോലെ ഇരിക്കുന്ന അതുപോലത്തെ ചക്കയാണ്. അപ്പോൾ അത് ഞങ്ങൾ ലെയർ ചെയ്തത് വിജയിച്ചു എന്നുള്ളത് നിങ്ങളെ കാണിക്കുകയായിരുന്നു. ഇനി ഞങ്ങളത് വേർപെടുത്തി വയ്ക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അത് വർഷങ്ങളായി പഴക്കമുള്ളത് കാരണം ആ ഒരു പ്ലാവ് ഞങ്ങൾ വെട്ടിക്കളഞ്ഞതാണ്. എന്നിട്ടും അതിനകത്തുനിന്ന് ശിഖരങ്ങളുണ്ടായി ചക്ക ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ എന്തായാലും അതിനകത്തുനിന്ന് ഒരു ശിഖരം മാറ്റി നമുക്ക് ലെയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചതാണ്. കണ്ടോ, ഈ ഷീറ്റ് കൊണ്ടാണ് ഞങ്ങൾ വലിഞ്ഞ് മുറുകി കെട്ടി വെച്ചിരുന്നത്. ഏകദേശം 1 വർഷത്തോളമായി. ഇപ്പം നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാനുള്ള ഒരു സമയമായി. ഉടനെ തന്നെ മാറ്റി വയ്ക്കും. അപ്പോൾ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇതാണ് ആ പ്ലാവ്. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി അത് വെട്ടി വേർതിരിച്ച് വയ്ക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇങ്ങനൊരു പ്ലാസ്റ്റിക് ചട്ടിയിലേക്ക് വെച്ചിരുന്നതാണ്. കണ്ടോ, ഇത് വെട്ടിക്കളഞ്ഞതാണ്. അപ്പോഴാണ് രണ്ട് ശിഖരങ്ങൾ നന്നായിട്ട് വന്നു. ഒരു ശിഖരം ആദ്യം വന്ന് നല്ല മുഴുത്തു. രണ്ടാമത്തെ ശിഖരത്തിലാണ് ഞങ്ങൾ ചെയ്തത്. ചെറിയ കൂമ്പിലൊന്നും നമുക്ക് ലെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ മൂത്ത കമ്പായിരിക്കണം. മൂത്ത കമ്പിൽ വേണം നമ്മൾ ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് വിജയിക്കും. കണ്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.